ടൗൺ ഓഫ് വെൽസ് ട്രാൻസ്പോർട്ടേഷൻ സെൻ്ററാണിത്. നമ്മൾ മെയിൻ സ്റ്റേറ്റിലെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ടൗണിലേക്ക് എത്തുകയാണ്. മെയിൻ സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും വലിയ ടൗണാണ് പോർട്ട്ലാൻഡ്. പോർട്ട്ലാൻഡിന് വീട്ടിൽ ഏകദേശം 150 മൈലോളം പോകണം. നമ്മൾ പറയുന്ന ബാങ്കോർ എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്ക് പോർട്ട്ലാൻഡ് എത്തി. പിന്നെ പോർട്ട്ലാൻഡിലെ ഫോർ റിവർ എന്ന് പറയുന്ന റിവറുണ്ട്. അതിപ്പോൾ നമ്മൾ രാത്രി ഉണ്ടാവും, കാണാൻ പറ്റുന്നില്ല, ക്യാമറയിൽ വരുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നിന്ന് ഏകദേശം സാൻ ഫ്രാൻസിസ്കോ പോകുന്ന ദൂരമുണ്ട് ന്യൂയോർക്കിൽ നിന്ന് ഈ ബംഗൂറിലേക്ക്. ഇവിടെ ഈ ട്രിപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് മഴ പെയ്യുന്നത്. നമ്മുടെ ട്രിപ്പിൻ്റെ കലാശാലത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതായിരിക്കും അല്ലേ. ഒരു രക്ഷയില്ലാത്ത അതിശക്തമായ മഴയാണ്. നമ്മൾ ആദ്യം കണ്ട പോർട്ട്ലാൻഡാണ് മെയിനിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിറ്റി. ലെവിസ്റ്റൺ മെയിനിലെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ്. നമ്മൾ പോകുന്ന ബംഗൂറാണ് മെയിനിലെ മൂന്നാമത്തെ ബിഗ്ഗസ്റ്റ് സിറ്റി. ഇതിലേക്ക് വരുമ്പോൾ ലോകത്തോടെ ഇതിലേക്കാണ് ജനങ്ങൾ ജീവിക്കണമെന്നിങ്ങനെ ആലോചിച്ച് പോവാണ്. ഏകദേശം ഒരു മണിക്കൂറായിട്ട് തുടങ്ങിയ മഴ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം രാത്രി 10:38. ഇനിയും ഏകദേശം 1.25 മണിക്കൂർ കാണിക്കുന്നുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ആദ്യം തുടങ്ങിയ മഴ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി ഒരു ഹൈ റേഞ്ചിൻ്റെ പോലെയാണ്. അതിലും കുറച്ചുകൂടി കൂടുതലാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ സംസ്ഥാനത്തിൻ്റെ ഏകദേശം 80% ഫോറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മഴ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. വിൻ്റർ സമയത്താണെങ്കിൽ ഐസുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മഴ മാറിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു വൈൻഡിങ് സെഷൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനിയും ഒരു 1.25 മണിക്കൂറുണ്ട്. അവിടെ എത്തിയ ശേഷം നമുക്ക് ഒരു വൈൻഡിങ് വീഡിയോ എടുക്കാനുള്ളത് സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും മഴയുള്ള സാഹചര്യത്തിൽ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വരുന്തോറും നമുക്ക് ബസ് സ്റ്റോപ്പുകൾ ജസ്റ്റ് ബസ് സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല ഇതുവരെ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം നമുക്കറിയില്ല. തന്നെയല്ല, മഴയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റോപ്പിൽ നിന്നും നമ്മുടെ ഹോട്ടലിലേക്ക് ഏകദേശം 4.5 മൈൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാക്സി വിളിച്ച ആ സമയത്ത് ഇതൊക്കെ ഇൻറ്റീരിയർ ഏരിയ ആണല്ലോ, ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് അന്നേരം നമുക്കൊരു കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. അത് പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ഈ പോകുന്ന വഴി നമുക്കൊരു വീഡിയോ എടുത്തിട്ട് തന്നെ ഒരു വിശദീകരണം തന്നെ പോലെ പറഞ്ഞു പോകാം. ആദ്യം തന്നെ നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റുകളും നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിൽ കമൻറ്റുകൾ കാണാൻ പറ്റും. നിങ്ങൾ തരുന്ന ലൈക്കുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അറിയാൻ പറ്റും. ആരൊക്കെ തരുന്നുണ്ട്, എന്തൊക്കെ തരുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും ആരൊക്കെ തന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഒരു എനർജി കിട്ടുന്നത്, ഒരു ഡബിൾ എനർജി കിട്ടുന്നത് നിങ്ങളുടെ ലൈക്കിലും ഈ ഒരു എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷനിലാണ്. അത് തീർച്ചയായും തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. നമ്മുടെ ഈ ഒരു ദീർഘമായൊരു യാത്ര തുടങ്ങിയതിന് തൊട്ട് മുമ്പ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ യാത്ര നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനമായ, മലയാളികളുടെ അഭിമാനമായ, നമ്മുടെ ഏഷ്യക്കാർക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അഭിലാഷ് ടോമി സാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഈ ഒരു ട്രിപ്പിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായി. കാരണം നമുക്കൊരു മനസാന്നിധ്യവും ധൈര്യവും എല്ലാം നമുക്ക് കൊണ്ടു നടക്കാൻ അഭിലാഷ് ടോമി സാറിൻ്റെയൊക്കെ യാത്രയൊക്കെ നമുക്ക് ഒരുപാട് പ്രചോദനകരമായി. അദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പരമോന്നത പുരസ്കാരമായ കീർത്തി ചക്ര അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലോബ് റേസിൽ 2nd വിന്നറാണ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് മെഡലുകളും അവാർഡുകളും ഒക്കെ കരസ്ഥമാക്കിയ ഒരു നമ്മുടെ എല്ലാം അഭിമാനമായ ഒരു വ്യക്തിത്വമാണ് അഭിലാഷ് ടോമി സാറ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു യാത്ര ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ അഗസ്ത എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മുടെ യാത്രയുടെ പാർട്ടിലേക്ക് വരാം. നമ്മുടെ യാത്ര ജൂലൈ 12 ഫ്രൈഡേ രാത്രി 11:20 ലോസ് ആഞ്ചൽസിൽ നിന്നുമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഈ യാത്ര നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അമേരിക്കയുടെ പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് കിഴക്കേ അറ്റത്തേക്ക്, അതായത്
കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നിന്ന് മെയിനിലെ ബങ്കോർ എന്ന് പറയുന്ന സിറ്റിയിലേക്ക്. അതാണ് അമേരിക്കയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ബസ് ജേണി. അപ്പോൾ ആ ഒരു മിഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് വരുന്ന ലോങ്ങസ്റ്റ് ട്രിപ്പും ഈ ഒരു സെക്കൻഡ് ട്രിപ്പും തമ്മിൽ നിസ്സാര 1-2 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ട്രിപ്പ് വരുന്നത് മയാമിയിൽ നിന്ന് സിയാറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ മയാമിയിലേക്ക് ഫ്ലൈറ്റിന് പോയിട്ട് സിയാറ്റിൽ വരണം, അവിടെ നിന്ന് വീണ്ടും ഫ്ലൈറ്റിന് പോരണം. അതല്ലെങ്കിൽ സിയാറ്റിൽ നിന്ന് പോയിട്ട് നമ്മൾ മയാമിയിലേക്ക് പോരണം. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് നമ്മുടെ സിറ്റിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരാം. തന്നെയല്ല നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 12 രാത്രി 11:20 തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ ജൂലൈ 16 രാത്രി 12 മണിയോടുകൂടി അവസാനിക്കും. ചിലപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് രാത്രി 11:59, പക്ഷേ 25 മിനിറ്റ് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു സമയം ലേറ്റായാൽ ചിലപ്പോൾ 17-ാം തീയതി രാവിലെ ഒരു 12:30-1 മണി ആ ഒരു സമയമാവും. എങ്ങനെയാണെങ്കിലും ദിവസം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വെള്ളി മുതലാണ് തുടങ്ങിയത്. വെള്ളി മുതൽ ഓരോ ദിവസം നോക്കുവാണെങ്കിൽ ഈ ട്രിപ്പിന് 5 ദിവസം എടുത്തിട്ടുണ്ട്. അതല്ല അവേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി 92.35 ഹവേഴ്സാണ് വരുന്നത്. ഏകദേശം എക്സാക്ട്ലി ഒരു 4 ദിവസം വരും ഈ ഒരു ട്രിപ്പ്. നമ്മൾ ഈ ഒരു ട്രിപ്പ് തുടങ്ങിയത് ഒരൊറ്റ ടിക്കറ്റ് എടുത്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, അതല്ലാതെ പല ടിക്കറ്റ് എടുത്തിട്ടല്ല. പക്ഷേ ഇതിൻ്റെ ഈ ഇത്രയും വലിയ ജേണിയിൽ ബസ്സുകൾ ഒറ്റ ഇതായിട്ടല്ല പോകുന്നത്, അത് പല സ്റ്റേജായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് ടെക്സാസിലൊന്ന് ബസ് ചേഞ്ച് ചെയ്ത് കയറി, രണ്ടാമതായിട്ട് അറ്റ്ലാന്റയിൽ ബസ് ചേഞ്ച് ചെയ്ത് കയറി, മൂന്നാമത് ന്യൂയോർക്കിൽ ബസ് ചേഞ്ച് ചെയ്ത് കയറി, നാലാമത് മാസച്യൂസെറ്റ്സിൽ ബസ് ചേഞ്ച് ചെയ്ത് കയറി. ഇത് ചേഞ്ച് ചെയ്ത് കയറുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം ആ ടിക്കറ്റ് പ്രകാരം 100% സെറ്റാണ്. അതായത് നമ്മളൊരു ഒറ്റ ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ സെയിം എഫക്റ്റാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തേക്കും പോകണ്ട, കംപ്ലീറ്റ് ഈ ഡ്രൈവർമാർ നമുക്ക് അതെല്ലാം സെറ്റ് ചെയ്ത് തരും. തന്നെയല്ല, ഫസ്റ്റ് കയറി ഒരു ബസ് സ്റ്റേഷനിൽ ഇറങ്ങി കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലാവും. വളരെ ഈസിയാണ്. ഒരു ബസ്സിൽ വരുന്ന പോലെ തന്നെ നമുക്ക് വരാൻ പറ്റും. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റുകൾ കാലിഫോർണിയ, അരിസോണ, ന്യൂ മെക്സിക്കോ, ടെക്സാസ്, ലൂസിയാന, മിസിസിപ്പി, അലബാമ, ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വിർജീനിയ, വാഷിങ്ടൺ DC, മേരിലാൻഡ്, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, കണക്റ്റിക്കട്ട്, മാസച്യൂസെറ്റ്സ്, ന്യൂ ഹാംഷെയർ, മെയിന്. 18 സ്റ്റേറ്റുകളും ഒരു ഫെഡറൽ ടെറിട്ടറിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്ഥലത്തൂടെ പോരുമ്പോൾ നമുക്ക് 46 സ്റ്റോപ്പാണ് പറഞ്ഞിരുന്നതെങ്കിലും ഏകദേശം ഒരു 50-നും 55-നും ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിൽ ഇവർ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ബാത്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് എടുക്കാനും ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും ബോഡി സ്ട്രെച്ച് ചെയ്യാനും ഒക്കെയുള്ളൊരു സമയം നമുക്ക് കിട്ടും. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ആകെ ദൂരം കിലോമീറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ 6700 കിലോമീറ്ററാണ്. അത് മൈലിലാണെങ്കിൽ 4200 മൈൽ വരും. ഏകദേശം 13 ഡ്രൈവർമാർ ഇതുവരെയും നമുക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ട്. കൂടാതെ 4 വണ്ടിയാണ് അവർ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരു വണ്ടിക്ക് എന്തോ പ്രശ്നമായിട്ടായിരിക്കാം ഒരു വണ്ടി എക്സ്ട്രാ ചേഞ്ചായി. അങ്ങനെ 5 വണ്ടി ചേഞ്ചായി. നമ്മൾ വണ്ടി കയറി ഉൾപ്പെടെ 6 വണ്ടിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒറ്റ വണ്ടിയിൽ യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ പോരുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമ്മളൊരു AT&Tയുടെ ഒരു മൊബൈൽ നെറ്റ്വർക്ക് കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. 1 മന്തിലേക്ക് അൺലിമിറ്റഡ് ഫ്രീ ആയിട്ടുള്ള പ്രീപെയ്ഡ് കണക്ഷൻ. അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള സ്പീഡ് എനിക്ക് ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അധികം കംഫർട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഷോർട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും ഒക്കെയുള്ള സ്പീഡ് ഉണ്ടായിരുന്നു, കംഫർട്ടബിളായിരുന്നു. പിന്നെ പോരുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഭയങ്കര അതിഗംഭീരമല്ല, പക്ഷെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മിക്ക സ്റ്റേഷനിലും തന്നെ ഓവനും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഓവനിൽ ചൂടാക്കാനുള്ള ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നൂഡിൽസൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പാകത്തിനുള്ളത് അത് വാങ്ങാമായിരുന്നു എനിക്ക്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ വളരെ കംഫർട്ടബിളായിരുന്നു, വളരെ ഹാപ്പിയാണ് ഫുഡിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും. നമ്മൾ പോരുന്ന വഴിക്ക് കണ്ട കാഴ്ചകളിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വ്യൂസ് എനിക്ക് ഫീൽ ചെയ്തത് ന്യൂ മെക്സിക്കോയിലാണ്. അത് നമ്മൾ അരിസോണ, ന്യൂ മെക്സിക്കോ, അവിടെ ആ ഒരു 2 സ്റ്റേറ്റിലെയും വ്യൂസ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു.
അതുകൂടാതെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടൗണായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ബോസ്റ്റൺ സിറ്റിയാണ്. ബോസ്റ്റൺ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലുതായിരുന്നു. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പണിതിരിക്കുന്ന ഒരു സിറ്റി പോലെ തോന്നി. ബസ് സ്റ്റാൻഡും എല്ലാം, അതുപോലെ തന്നെ അവിടുത്തെ വീടുകളുടെയും കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളുടെയും കളറും അങ്ങനെയെല്ലാം മൊത്തത്തിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിപ്പോയി ബോസ്റ്റൺ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ ഡ്രൈവേഴ്സെല്ലാം നല്ല ഡ്രൈവേഴ്സായിരുന്നു. ഒരാൾ മാത്രമാണ് നമുക്കൊരു ഇത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. അത് നിങ്ങൾ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. ബാക്കി എല്ലാം തന്നെ നല്ല ഡ്രൈവേഴ്സായിരുന്നു. എല്ലാം വളരെ പ്രൊഫഷണലായിട്ടാണ് ആ കാര്യങ്ങൾ നീക്കുന്നത്. വണ്ടി കയറുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബസ് സ്റ്റേഷനിൽ സേഫ്റ്റിയുടെ കാര്യം. നമുക്കൊരു വീട്ടിലിരിക്കുന്ന പോലെ തന്നെ അത്രയും ധൈര്യമായിട്ട് ഒരു പെണ്ണിന് തന്നെ പോലും ഈ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്ര സേഫ്റ്റിയാണ് ഓരോ ബസ് സ്റ്റേഷനിലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബസ് സ്റ്റേഷനിൽ അകത്തും പുറത്തും എല്ലായിടത്തും തന്നെ സെക്യൂരിറ്റി ഉണ്ട്. വളരെ അപൂർവം. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നിടത്തുണ്ടോ എന്നുള്ള അറിയില്ല. നമ്മളെ അനാവശ്യമായിട്ട് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അകത്തേക്ക് കിടക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ തന്നെയല്ല, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെ കയറാൻ പറ്റില്ല. എല്ലാ ബസ് സ്റ്റേഷനിലും ബാത്റൂം സൗകര്യം, പിന്നെ ചെറിയൊരു കഫറ്റീരിയ, അങ്ങനെ പിന്നെ ഓവൻ. ആ കഫറ്റീരിയയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാം. അതല്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ വെച്ച് ചൂടാക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ മിക്ക സ്ഥലത്തും തന്നെയുണ്ട്. അതല്ലെങ്കിൽ ഈ ഡ്രൈവർമാർക്കും ഭക്ഷണം കഴിക്കണം, അവരും പല സ്ഥലത്തും നിർത്തും. നമ്മൾ ഫ്ലിക്സിൻ്റെ ആപ്പിൽ കയറിയിട്ടാണ് ബുക്ക് ചെയ്തതെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത് കംപ്ലീറ്റ് ഗ്രേ ഹൗണ്ടിൻ്റെ ബസ്സിലായിരുന്നു. ഫ്ലിക്സ് ബസ് ഗ്രേ ഹൗണ്ടിൻ്റെ സർവീസ് ഫുള്ള് കയറി ചെയ്തിരിക്കുകയാണ്. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ പോലെ തന്നെ ബസ്സിനകത്ത് കയറി നമ്മൾ യാത്ര തുടങ്ങിയാലും നമ്മുടെ ഇതിൻ്റെ അകത്ത് വേറെ കള്ളന്മാരുടെ പ്രശ്നമോ അല്ലെങ്കിൽ തെഫ്റ്റോ അതല്ലെങ്കിൽ വേറെ പേടിക്കാനുള്ള യാതൊരു കാര്യമില്ല. ഭയങ്കര സേഫായിട്ടാണ് ഇത്, പ്രൊഫഷണലായിട്ടാണ് ഇവരിത് മാനേജ് ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ പ്രത്യേകിച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്ത് അതായത് പഴുതടച്ച ഒരു ട്രിപ്പ് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എത്ര പ്രായമായവർക്കും ഇതിൻ്റെ അകത്ത് തന്നെ പോകാം, ധൈര്യമായിട്ട് പോകാൻ പറ്റും. നമ്മുടെ ട്രിപ്പിൽ ഒരുപാട് വികലാംഗരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാനൊക്കെ പലരെയും സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടു പോകും. എന്തായാലും ഈ ഗ്രേ ഹൗണ്ടിൻ്റെ സർവീസ് വളരെ ഗുഡായിരുന്നു, അടിപൊളി സർവീസായിരുന്നു. പിന്നെ നമ്മൾ തെഫ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഈ ഹോംലെസ്സും പിന്നെ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കാര്യം എല്ലാവർക്കും അമേരിക്കയിലുള്ളവർക്ക് അറിയാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ബസ്സിലും അതുപോലെ തന്നെ ഈ ഒരു യാത്രയിലും ബസ് സ്റ്റേഷനുകളിലൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ക്ലോസ്ഡ് ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് ബസ് സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എല്ലായിടത്തും തന്നെ ബാത്റൂം ഉണ്ടായിരുന്നു. ബാത്റൂമിൽ ചിലതൊക്കെ വളരെ എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി ആയിരുന്നു. മോസ്റ്റ്ലി എല്ലാം ഗുഡെന്ന് പറയാം. ഒരു അത്ര നല്ലതല്ലാത്ത വളരെ കുറച്ച് മാത്രം വിരലിൽ എണ്ണാവുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അതല്ലെങ്കിൽ തന്നെ നമുക്ക് വണ്ടിയിലും ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ നമ്മൾ യാത്ര തുടങ്ങി ഫസ്റ്റ് ഒരു 24 hours കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ടയേർഡായി. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ആണോ എന്നറിയില്ല. തന്നെയല്ല, നമ്മൾ കാലിഫോർണിയയിൽ നിന്ന് അരിസോണ, ന്യൂ മെക്സിക്കോ ആ വഴിയാണ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമാണ്. വണ്ടിയിൽ നല്ല AC ഉണ്ട്, അത്യാവശ്യം നല്ല AC ഉണ്ട്. നമുക്ക് ചൂട് കൂടുതലുമല്ല കുറവുമല്ല. പക്ഷെ എന്നാലും അതിൽ ആ ഒരു യാത്രയുടെ ആണോ അതെയോ നമ്മൾ ഒട്ടും റെസ്റ്റ് എടുക്കാത്തതിൻ്റെ ആണോ എന്താണെന്നറിയില്ല. ശരിക്കും നമ്മൾ യാത്ര അവസാനിപ്പിച്ചാലോ എന്ന് വരെ ആലോചിച്ച് 100% നമ്മൾ ആലോചിച്ചു. പക്ഷെ നമ്മളത് ഒരു മനക്കരുത്തിൽ നമ്മളത് പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര ഇപ്പോൾ കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് യാത്രകൾ പോലെയല്ല. നമ്മൾ ഈ വണ്ടിയിൽ ഇത്രയും 5 ദിവസവും നമ്മൾ ഒരു വണ്ടിയിൽ എന്ന പോലെ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാണ്. നമ്മൾക്കൊന്ന് നിവർത്തി കിടക്കാനുള്ളൊരു സൗകര്യമില്ല. നമ്മൾ തന്നെ ബസ്സിൻ്റെ സീറ്റ് നമുക്കറിയാമല്ലോ, ഫുള്ളായിട്ട് നമുക്ക് നിവർത്തി കിടക്കാനുള്ള സൗകര്യമില്ല. ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക്, നമ്മുടെ നാട്ടിലൊക്കെ പല ബസ്സിലും ഉണ്ട്, അതുപോലെ ആ ഒരു സംവിധാനം മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ ഫസ്റ്റ് 24 hours കഴിഞ്ഞ് പിന്നെ നേരം വെളുത്ത് പിന്നെ നമ്മൾ ആ കാര്യങ്ങൾ ടെക്നിക്കുകളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ അടിപൊളിയായി ഓക്കെ ആയിട്ട് നമ്മൾ ഇതുവരെയും നമുക്ക് വലിയൊരു പ്രശ്നമില്ല. എന്നാൽ അറിയാമല്ലോ, നമ്മളൊരു യാത്രയിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. പക്ഷെ എന്നാലും വളരെ കംഫർട്ടബിൾ എന്ന് തന്നെ നമുക്ക് പറയാം.
നിങ്ങളാരെങ്കിലും ഈ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10-20 ദിവസം മുമ്പെങ്കിലും ഈ ടിക്കറ്റ് അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു 100-120 ചിലപ്പോൾ ഒരു 100-ൽ താഴെയും കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു 80-90 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 100-120 എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഓരോ ബസ് ചേഞ്ച് ആവുന്നതനുസരിച്ച് അതിന് റേറ്റ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഒരു ബസ്സിൽ ഏകദേശം ഒരു $8, ഒരു $13 വരെയാണ് ഈ ഒരു ഫ്രണ്ട് സീറ്റിന് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 4 പ്രാവശ്യം ബസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു $50-60 അടുത്ത് നമുക്ക് മൊത്തം പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ യാത്ര ഏകദേശം ദിവസങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 5 ദിവസം കൊണ്ടാണ് തീർന്നിരിക്കുന്നത്. വെള്ളി ടു ചൊവ്വാഴ്ച രാത്രി, ഇനി ബുധനാഴ്ച രാവിലെ ആയാൽ 6 ദിവസമാവും. പക്ഷേ നമ്മൾ ഈ ഒരു ഇത്രയും സ്ഥലം നമ്മൾ വണ്ടി ഓടിച്ച് വരണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡബിൾ ടൈം വേണ്ടി വരും. കാരണം ഇത് റെസ്റ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആകെ നമുക്ക് റെസ്റ്റ് ഒരു 4 മണിക്കൂർ വെച്ച് കിട്ടിയത് 1 ടെക്സാസിൽ, 2 ജോർജിയയിൽ, 3-മതായിട്ട് നമുക്ക് ന്യൂയോർക്കിലുമാണ്. അത് ഒരു വലിയ ഒരു റെസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ഇല്ലാണ്ടാണ് നമ്മൾ ഓടുന്നത്. കാറിൽ വരുന്നെങ്കിൽ നമുക്ക് ഈ 6 ദിവസം എന്നുള്ളത് ഒരു 12 ദിവസം അല്ലാതെ ഇതിൽ കൂടുതൽ എടുത്തേക്കാനുള്ള സാധ്യതകളുണ്ട്. വണ്ടി നിർത്തിയിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോയി. നമുക്കിനി ഏകദേശം 1 മണിക്കൂറോടെ ഉള്ളൂ. നമ്മുടെ ഭക്ഷണമൊക്കെ ഏകദേശം കുഴപ്പമില്ല, കയ്യിലുണ്ടായിരുന്നൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ബസ്സിൽ തന്നെ ബാത്റൂം ഞാനിപ്പോൾ അധികം യൂസ് ചെയ്തു. കാരണം ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ അധികം സ്റ്റോപ്പുകൾ നമുക്ക് നല്ല എല്ലായിടത്തും നിർത്താൻ പറ്റില്ല. ഒന്നാമത് മഴയാണ്, നമ്മളും നിർത്താതിരിക്കണതാണ് നല്ലതെന്നാണ് വിചാരിച്ചത്. പിന്നെ ടിക്കറ്റ് ഫെയറിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ നാളെ പോകാനോ അല്ലെങ്കിൽ മറ്റന്നാൾ പോകാനോ 2 ദിവസം കൊണ്ടൊക്കെ പോകാനാണെങ്കിൽ ഏകദേശം മിനിമം ഒരു $250 വരും ഈ ഒരു ട്രിപ്പിന്. നമ്മൾ ലാസ്റ്റ് പോകുന്ന ദിവസം ഞാൻ ഈ ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ 350-ഉം 500-ഉം ചില ട്രിപ്പിൽ 800 വരെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ വളരെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത പോലെയാണ് നിങ്ങളും ഈ ഒരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 6 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് പോകാൻ പറ്റും. 6 ദിവസം മോർ ദാൻ ഇനഫാണ്. തിരിച്ച് നമ്മൾ പോകുന്നത് ഫ്ലൈറ്റിലാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കേണ്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പാക്കിംഗ് ആണ്. നമ്മളിപ്പോൾ സമ്മർ സമയത്താണ് ഈ ഒരു യാത്ര പോകുന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു 5 ടീഷർട്ടും ഒരു 5 ബെർമുഡയും പിന്നെ അതിനനുസരിച്ചുള്ളൊരു ഇന്നർ വിയറും പിന്നെ ഒരു 5 സോക്സും ഒരു ഷൂവും ഒരു ചപ്പലും എടുക്കുക. പിന്നെ നമുക്ക് 5 ദിവസത്തെ ഒരു ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത് എവിടെയെങ്കിലും നമുക്ക് ലോണ്ടറി കിട്ടും, നമുക്ക് വീണ്ടും നമുക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് 5 ഡ്രസ്സ് എടുത്തില്ലെങ്കിലും 4 എടുത്താലും നമുക്ക് മതിയാവും. നമ്മളിങ്ങനെ എടുക്കാൻ പറയുന്നത് നമുക്ക് 2 ബാഗ് മാത്രം നമ്മൾ കൈ പിടിച്ചാൽ മതി, ആ ഒരു രീതിയിലാണ്. നമ്മൾ 2+1 ഒരു ഫുഡ് ബാഗ് ഓപ്പണായിട്ട് വയ്ക്കാൻ പാകത്തിനുള്ള നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ബാഗ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു 25 ബോട്ടിൽ 500 ml 25 ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇതുവരെയും തീർന്നിട്ടില്ല. ഇനിയും ഏകദേശം ഒരു 5-8ഓളം ബോട്ടിലുണ്ട്. ഞാൻ 25 പറഞ്ഞ എക്സാക്റ്റ് 25 അല്ല, 20-25. അത് ഇനിയിപ്പോൾ 30 ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കിവിടെ കോസ്കോയിൽ പോയി കഴിഞ്ഞാൽ $4 40 ബോട്ടിലുകൾ കിട്ടും. ഭയങ്കര ചീപ്പാണ്. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളൊരു സ്പെഷ്യൽ ബ്രെഡുണ്ട്, പ്രോട്ടീനും എല്ലാം ഫാറ്റ് കുറവായിട്ടുള്ള പ്രോട്ടീൻ കൂടുതലുള്ള അങ്ങനെയുള്ളൊരു ബ്രെഡ് കോസ്കോയിൽ കിട്ടും. ആ ഒരു ബ്രെഡ് 2 പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 പാക്കറ്റിൽ ഇതുവരെയും 1 പാക്കറ്റാണ് തീർന്നിട്ടുള്ളൂ. അതുകൂടാതെ നമ്മുടെ ഒരു ഡ്രൈഡ് മാംഗോ കിട്ടും. അതായത് ഓർഗാനിക് ഡ്രൈഡ് മാംഗോ ഭയങ്കര ടേസ്റ്റാണ്. അത് നമ്മൾ ട്രിപ്പിൽ മുമ്പൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ പ്രാവശ്യം അത് എടുക്കേണ്ടി വന്നിട്ടില്ല. ഈ പ്രാവശ്യം നമ്മളത് വാങ്ങി എടുത്തു വെച്ചെങ്കിലും നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അവരെത്തി നമുക്ക് പോകാം പെട്ടെന്ന് തന്നെ. കാരണം അവരും പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. സാധാരണ ഒരുപാട് സമയം എടുക്കാറില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അവരും എല്ലാ പരിപാടിയും തീർത്തിട്ട് പോകുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളധികം യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഹെർബാലൈഫിൻ്റെ ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചുള്ളൂ. അത് നമ്മൾ ഷെയ്ക്കായിട്ട് കുടിക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എടുത്താണ്. പക്ഷേ അത് ഒരു ദിവസം നമ്മൾ കുടിക്കാൻ പറ്റുള്ളൂ. അതൊന്നും എടുക്കേണ്ട അത്യാവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് നേച്ചർ വാലി ബാർസ് എന്ന് പറഞ്ഞിട്ട് കോസ്കോയിൽ കിട്ടും. ഇതിലാണെങ്കിൽ വേറെ അധികം സംഭവങ്ങളൊന്നും ചേർക്കാത്ത അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അത് ഈ നട്ട്സും അതൊക്കെ വെച്ചിട്ട് ഹണി ചേർത്തിട്ടുള്ളൊരു ഫുഡാണ്. അത് നമുക്ക് നല്ല കംഫർട്ടബിളായിരുന്നു. അത് മസ്റ്റായിട്ട് നമ്മൾ വാങ്ങേണ്ട കാര്യമാണ്. അതുകൂടാതെ കുറച്ച് നാപ്കിൻ, അധികം നാപ്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എടുക്കാതെ പോയതും വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതുമാണ്. വീട്ടിൽ നിന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തന്നു വിട്ടത് ഞാൻ തിരിച്ചു വെച്ചു. ചെറിയൊരു സാനിറ്റൈസർ നമ്മൾ കയ്യിൽ വെക്കണം. കാരണം നമ്മൾ ബസ്സിലും ബാത്റൂമിൽ പോകും.
അതുപോലെ തന്നെ പുറത്തും ബാത്റൂമിൽ പോകും. ഞാനിപ്പോൾ ലാസ്റ്റാണ് ബസ്സിൽ ബാത്റൂമിൽ പോയത്. മുമ്പ് ഒക്കെ പുറത്തായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു സാനിറ്റൈസറൊക്കെ ഉള്ളത് നല്ലതാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പ്രായമായവർ യൂസ് ചെയ്യുന്ന പോലത്തെ ചെറിയൊരു ടവൽ നമ്മളെപ്പോഴും പോക്കറ്റിൽ വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ അത് ചാടി പോകാതിരിക്കും. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ കിട്ടും. തന്നെയല്ല, നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയൊരു ടവൽ എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ വയ്ക്കുക. പിന്നെ നമുക്ക് ബസ്സിൽ ചാർജ് ചെയ്യാനുള്ള സംഗതി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു പവർ ബാങ്ക് വളരെ അത്യാവശ്യമായിട്ട് വേണം. എൻ്റെ കയ്യിൽ 2 പവർ ബാങ്ക് ഉണ്ടായിരുന്നു. അത് ഞാനൊരു പവർ ബാങ്ക് മുമ്പ് മേടിച്ചതാണ് നാട്ടിൽ. അത് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തായാലും ഭയങ്കര ഗുണമായി. പിന്നെ എൻ്റെ കയ്യിലൊരു ഈ സെൽഫി സ്റ്റിക്ക് പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യുന്നൊരു പവർ ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്ത് വളരെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഈ പവർ ബാങ്കിൻ്റെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ ജസ്റ്റ് USB കേബിൾ മാത്രം എടുത്തുകൊണ്ട് പോരരുത്. പല ബസ്സിലും നമ്മുടെ ഈ കണ്ട ബസ്സിലെല്ലാം നമുക്ക് പ്ലഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വരണൊക്കെ സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ USB ടു ഒരു C കേബിള്, അതുപോലെ തന്നെ C ടു C കേബിള്, അതുപോലെ തന്നെ USB ടു ലൈറ്റ്നിങ് കേബിള്, അതുപോലെ തന്നെ C ടു ലൈറ്റ്നിങ് കേബിള്, ഇത്രയും കേബിളുകൾ നിങ്ങൾ കയ്യിൽ കരുതണം യാത്ര പോകാൻ നേരത്ത്. അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും തലവേദനയോ പനിയോ ജലദോഷമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ പാകത്തിനുള്ള പെയിനൊക്കെയുള്ള എന്തെങ്കിലും ഒരു മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ എമർജൻസി മരുന്നുകൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ലിപ് ബാം, ഇങ്ങനെയുള്ള സംഗതികൾ. അതുപോലെ തന്നെ എന്തെങ്കിലും ബോഡി ലോഷൻ. ഇതൊക്കെ ചെറിയ ചെറിയ കുപ്പികളെ എടുക്കാമുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു വിരലിൻ്റെ അത്ര നീളമുള്ളതൊക്കെ നമ്മൾ എടുത്താൽ മതി. അധികം അതിലും വലുതൊന്നും എടുക്കരുത്. കൂടാതെ ലോണ്ട്രിയിൽ തുണി കഴുകാനുള്ള ലിക്വിഡ്, അതും നമ്മുടെ ഒരു ഉള്ളം കയ്യിൽ കൊള്ളണ ചെറിയ അത്രയും ഒരു ബോട്ടിൽ വേണമെങ്കിൽ എടുത്താൽ മതി. ഒരു പ്രാവശ്യം വാഷ് ചെയ്യാനുള്ള ലിക്വിഡ് മാത്രം എടുത്തൊരു ബോട്ടിൽ വെച്ചിരുന്നാൽ മതി. അതല്ലെങ്കിൽ അത് ലോണ്ട്രിയിലാണെങ്കിൽ കിട്ടും. ഇനിയിപ്പോൾ വല്ല ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ വേണമെങ്കിൽ എടുത്ത് കയ്യിൽ വയ്ക്കാം. അതുകൂടാതെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു സാധനമാണ് ഷേവിങ് സെറ്റ്, ഡിസ്പോസിബിൾ. അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുള്ള വലിയ അടിപൊളി സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ അതിൻ്റേതായ സൗകര്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നെ യാത്ര നമുക്ക് കുളിക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറവെന്നല്ല, ഇല്ലയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മൾ ബോഡി ഡിയോഡ്രൻറ്റ് കയ്യിൽ സൂക്ഷിക്കുക. ബോഡി ഡിയോഡ്രൻറ്റ് അതുപോലെ തന്നെ സ്പ്രേ വേണമെങ്കിൽ അതും കരുതാം. നമുക്ക് പിന്നെ ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ മുഖവും തലയൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് കഴുകാനൊക്കെ ഉള്ള സൗകര്യം നമ്മൾ കിട്ടുമ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നമ്മളൊരു ഫ്രഷ് ആയിട്ടിരിക്കണ ഫീല് കിട്ടും. നമ്മൾ ഫുൾ ടൈം ക്യാപ്പ് വെച്ചുകൊണ്ടാണ് ഇരുന്നത് വണ്ടിയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലിരിക്കുമ്പോൾ ഈ AC തണുപ്പടിച്ചിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ട്, തലയ്ക്ക് എപ്പോഴും ഫുൾ ടൈം AC അല്ലേ. അതും വോൾവോയിലൊക്കെ അത്യാവശ്യം നല്ല AC ആണല്ലോ. അപ്പോൾ അതൊന്നും നമുക്ക് ബാധിക്കില്ല. പുറത്തിറങ്ങിയ വെയിൽ ബാധിക്കില്ല, പല ടെമ്പറേച്ചർ നമ്മളെ ബാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ഗുണങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഞാനും എപ്പോഴും ക്യാപ്പ് വയ്ക്കുന്ന ആളല്ല, പക്ഷെ എന്നാലും നമ്മൾ യാത്രയിൽ ഇപ്പോഴും ഞാൻ ക്യാപ്പ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് യാതൊരു പ്രശ്നം, അത് ജലദോഷമോ അല്ലെങ്കിൽ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ യാത്രയിൽ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട കാര്യമാണ് ഒരു ബ്ലാങ്കറ്റ്. നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചുവന്ന ബ്ലാങ്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് ബ്ലാങ്കറ്റ് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആണുങ്ങൾ വിൻ്റർ സമയത്ത് പുറത്തിടുന്ന, നമ്മുടെ നാട്ടിൽ കാർന്നവന്മാരൊക്കെ തോളത്തോടെ ഇടുന്ന പോലത്തെ ഒരു സാധനം ഇവിടെ കുറച്ചുകൂടെ ഫാഷനബിളായിട്ടുള്ളൊരു സാധനം കിട്ടും. നിസ്സാര വിലയുള്ളതിന് വിൻ്ററിൻ്റെ സമയത്ത് അത് കിട്ടും. അത് ആ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു വെച്ചു. അത് നമുക്ക് ഒരു പുതപ്പായിട്ടും അത്യാവശ്യം എവിടെയെങ്കിലും ഒന്ന് കിടക്കാനായിട്ടും, അതുകൂടാതെ നമുക്ക് തലയണയായിട്ട് ഏറ്റവും അതിൻ്റെ യൂസ് നമുക്ക് കിട്ടിയത് തണുപ്പുള്ളപ്പോഴും പുതയ്ക്കാം. അതുപോലെ തന്നെ തലയണയായിട്ട് നമ്മളൊന്ന് കിടക്കാൻ വണ്ടിയിൽ ഏത് പൊസിഷനിലും എങ്ങനെ ഫ്ലെക്സിബിളാക്കിയിട്ടും എവിടെയും വയ്ക്കാം. ഞാൻ ഇത്രയും വലിയൊരു ഉപകാരം ഒരു സാധനത്തിന് കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. നിങ്ങൾക്ക് ആ ഒരു സാധനം വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ ചെറിയൊരു ബ്ലാങ്കറ്റ് വാങ്ങിയാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റോ അതല്ലെങ്കിൽ ഒരു മാറ്റോ, അധികം കനമുള്ളതാണെങ്കിൽ നമ്മുടെ യാത്രയിൽ കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് പോകും. വെറുതെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ടോ നമുക്ക് കിടക്കാൻ പാകത്തിന് ഒരു നീളത്തിനും വീതിയിലും കട്ട് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ കരുതുവാണെങ്കിൽ നമുക്ക് ഏത് ബസ് സ്റ്റാൻഡിൽ ചെന്നാലും തിരക്കാണെങ്കിലും അത്യാവശ്യം ക്ലീൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് സൈഡിൽ വെച്ചിട്ട്, ഒരുപാട് പേര് വെറുതെ കിടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇത് വെറുതെ വെച്ചിട്ട് അതിനകത്ത് ബ്ലാങ്കറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് കിടക്കാം. അതിൽ വെറുതെ ആണെങ്കിലും കിടക്കാം. പിന്നെ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് മിക്കവാറും യാത്രയിലൊക്കെ ബാഗൊക്കെ ആയിട്ട് നമ്മൾ ചില തലയണയായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലാങ്കറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ബാഗായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ബാഗിൽ പൊട്ടിപ്പോണ സാധനങ്ങളൊക്കെ സൈഡിലേക്ക് വയ്ക്കുക, പ്രസ്സാവണ രീതിയിൽ വയ്ക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് കൈ വയ്ക്കാനും അല്ലെങ്കിൽ തല വയ്ക്കാനൊക്കെ നമുക്ക് നല്ല സൗകര്യമായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും യാത്ര പോകുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെയുള്ള
മെമ്മറി ഉണ്ടെന്ന് പോണേക്ക് മുമ്പ് ഉറപ്പ് വരുത്തുക. പല മക്ഡൊണാൾഡ്സ് പോലത്തെ ഷോപ്പുകൾ, സബ്വേ ഇങ്ങനെയുള്ള സ്ഥലത്ത്, അല്ലാണ്ടുള്ള ഈ 7-Eleven പോലത്തെ ഷോപ്പുകൾ ഇങ്ങനെയുള്ളിടത്തൊക്കെയാണ് ഇവർ നിർത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങൾ മേടിച്ച് കഴിച്ചിട്ടാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. പക്ഷേ നമുക്ക് 2 സ്ഥലത്ത്, ഒന്ന് എൽ പസോയിൽ വെച്ചിട്ടും പിന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ടും, എൽ പസോയിൽ വെച്ചിട്ട് ഒരു പെണ്ണ് ബറീറ്റോ കൊണ്ടുവന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഇവിടെ വരാത്തവരും കാണാത്തവരും ആണെങ്കിൽ ചിലപ്പോൾ അത് വാങ്ങൂല, പക്ഷെ അത് മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റാണ്. ഇവിടെയുള്ളവരൊക്കെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പോലെ ഈ നോർത്ത് ഇന്ത്യൻസ് വന്ന് നമ്മുടെ പാനിപ്പൂരി വിൽക്കുന്ന പോലെയല്ല, ഇവർ നല്ല ക്വാളിറ്റിയിലാണ് സാധനങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേടിച്ച് കഴിക്കാം. ഇവിടെ പിന്നെ അതിന് ശേഷം നമ്മൾ ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഒരു ലേഡി ടമാലി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഫുഡാണ്, അത് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ $3. ഇവിടെ ന്യൂയോർക്കിൽ വെച്ച് $3 മറ്റത് $3. ഞാൻ എൽ പസോയിൽ വെച്ച് $3 2 വാങ്ങി, പിന്നെ ഒരു ഡ്രിങ്കും വാങ്ങി. അത് സാധാ നമുക്ക് കടകളിൽ കിട്ടുന്നതാണ്. അപ്പം നിസാര റേറ്റും ഉള്ളൂ. $3 വെച്ചിട്ട് $6 നമുക്ക്. അപ്പോൾ ഞാൻ അന്ന് ഉച്ചയ്ക്കും വൈകുന്നേരം അതാ കഴിച്ചത്. കയ്യിൽ വെച്ചു. നല്ല ചൂടോട് കൂടിയാണ് അവർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ റേറ്റും ഇല്ല. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മേടിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ യാത്രയിൽ നമ്മുടെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ ചെറിയ 2 ബാഗുകൾ കയ്യിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് തുണിയൊക്കെ ഇട്ട തുണിയുണ്ട്, നമുക്ക് ഇട്ട് വയ്ക്കാനും. പിന്നെ ഒരു ബാഗ് നമുക്ക് വേസ്റ്റുകൾ ഇടാനും എല്ലായിടത്തും വേസ്റ്റ് ബിന്നുണ്ട്. പക്ഷേ തൽക്കാലം മാനേജ് ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാം. ഒരു 2 ബാഗ് എടുത്ത് എക്സ്ട്രാ വെച്ചാൽ മതി. എല്ലാം വയ്ക്കുമ്പോൾ ചെറുത് എടുത്ത് വയ്ക്കുക. കനമുള്ളതും കട്ടിയുള്ള സാധനങ്ങളും എല്ലാത്തിലും ഒഴിവാക്കുക. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പോകുന്നതിൻ്റെ അന്നെങ്കിലും 5-6 ദിവസം ഉണ്ടല്ലോ ട്രിപ്പ്, പോകുന്നതിൻ്റെ അന്നെങ്കിലും റൂം ബുക്ക് ചെയ്യുക. തിരിച്ച് പോരാനുള്ള ഫ്ലൈറ്റിനാണ് വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്, ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വയ്ക്കുക. ബസ്സിനാണെങ്കിൽ അതിന് മുമ്പേ തന്നെ ബുക്ക് ചെയ്ത് വയ്ക്കുക. മഴ എന്തായാലും മാറി ഭയങ്കര ഒരു ആശ്വാസമായി. മറ്റേ നമ്മൾ ഈ ഹൈ റേഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ മഴ പെയ്യുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതായിരുന്നു. പിന്നെ ഇവിടെ മൊത്തത്തിലെല്ലാം കംഫർട്ടബിളും സേഫും ആയതുകൊണ്ട് നമുക്കതിനെ പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു മൂഡ് മാറിക്കിട്ടി. പിന്നെ എന്താ പറയുക, എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ എടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നി. അല്ലെങ്കിൽ ഈ കാര്യം ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ, എപ്പോഴും നമ്മൾ ഏത് ഈ ട്രാവൽ ബ്ലോഗിലും നമുക്ക് അവസാന പോയിന്റിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അവശതയായി പോകും. അല്ലെങ്കിൽ മിക്കവാറും രാത്രി 12 മണി 1 മണിയാകുമ്പോഴായിരിക്കും ഇത് തീരുന്നത്. അപ്പോൾ നമുക്കതിനുള്ള ഒരു സൗകര്യം ഒട്ടും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയമെടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയൊരു ട്രിപ്പായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഈ യാത്രയിൽ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിയ അഡ്വഞ്ചർ ട്രിപ്പൊന്നുമല്ല. നമുക്ക് ഒരു അത്യാവശ്യം ഒരു മനസ്സുള്ള ആൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഭയങ്കര ഒരു മനസാന്നിധ്യം അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ധൈര്യമൊന്നും വേണമെന്നില്ല. അത്യാവശ്യം നമുക്ക് ഒരു ഇഷ്ടം ഉള്ളയാളാണെങ്കിൽ അത്യാവശ്യം ഒന്ന് ഒരു ഇച്ചിരി ഒരു മാനേജ് ചെയ്യാനും കഴിയുമെങ്കിൽ നമുക്ക് ഈ യാത്ര പോകാൻ പറ്റും. നമ്മളപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഇത്രയും വലിയൊരു ബസ് ട്രിപ്പ് നമ്മുടെ ഒരു മലയാളം വീഡിയോയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഒരു വലിയൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ തന്നെയുള്ള ആളുകൾ ഇങ്ങനൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ തലയിൽ കൈവച്ച് പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇവരിങ്ങനെ പറയുമ്പോൾ മാത്രം നമുക്കൊരു ചെറിയൊരു ഉള്ളിലൊരു എന്തോ ഒരു ഇതുപോലെ തോന്നും. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പണ്ട് തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെയുള്ള ഒരു ട്രിപ്പ് നമ്മൾ 26 അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാതെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പിലെങ്കിലും ബസ്സിൽ സ്ലീപ്പറായിരുന്നു, അതിൽ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. വളരെ മേബി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം 24 അവേഴ്സിൽ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാൽ ഇരുന്നിട്ട് ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്തു. അപ്പോൾ നമ്മൾ വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഏകദേശം അവസാനിപ്പിക്കാറായി. അപ്പോൾ നമുക്കിനി ബാക്കി ഇത് തീർന്നതിന് ശേഷം കാണാം. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ഒരു ട്രിപ്പ് നമ്മുടെ എല്ലാം മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഏഷ്യക്കാരുടെയും അഭിമാനമായ അഭിലാഷ് ടോമി സാറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു 37 മൈൽ കൂടെ പോകാനുണ്ട്. അതിന് ഏകദേശം ഒരു 53 മിനിറ്റാണ് കാണിക്കുന്നത്. 37 മൈൽ എന്ന് പറയുമ്പോൾ 50 കിലോമീറ്ററിൻ്റെ മേളിൽ വരും.
എന്നാലും അത്യാവശ്യം നല്ല സ്പീഡിലാണ് പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലേഡിയാണ് ഈ വണ്ടി ഓടിക്കുന്നത്. 7 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ രാത്രി 12 മണി. ഇപ്പോൾ സമയം ഏകദേശം 11:30ആയി. 12 മണി കഴിയും നമ്മൾ ഈ വണ്ടി അവിടെ എത്തുമ്പോൾ. പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. യെസ്, ഫൈനലി നമ്മൾ ബംഗോർ എത്തിയിരിക്കുകയാണ്. യെസ്, ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. യെസ്, നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ബംഗോർ ഇറങ്ങിയിട്ട് ബാക്കി പറയാം. യെസ്, നമ്മൾ ഫൈനലി നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മാഡമാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. Thank you, ma'am. Your driving is so awesome, so nice. Thank you. So we reached Bangor. What's your name, ma'am? Katrina. Yes. Yeah, I'm Riaz. All right. I started a journey from Los Angeles to Bangor. Really? Yeah, I started on 12th. Yeah. Thank you. Let me open this out. Yeah, no problem. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു റെക്കോർഡിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചത് കേട്ടോ. അതായത് ഒരാളും കൂടെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബംഗൂറിലെത്തി. ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. യെസ്, ഫൈനലി നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. യെസ്, താങ്ക് യു ഓൾ ഫോർ ഓൾ ദ സപ്പോർട്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്ക്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഒരു യാത്ര നമ്മുടെ ബഹുമാനപ്പെട്ട അഭിലാഷ് ടോമി സാറിനാണ് നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഭിലാഷ് ടോമി സാറിന് ഒരു ബിഗ് സല്യൂട്ട് ഹൃദയത്തിൽ നിന്നും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നമ്മുടെ ചാനലിനോടൊപ്പം നിന്ന്, നമ്മുടെ ഈ ഒരു യാത്രയോടൊപ്പം നിന്ന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മുത്തായ വണ്ടീനോട് നമ്മൾ വിട പറയുകയാണ്. പിന്നെ വേണ്ടി ഒരു ഫോട്ടോ എടുക്കട്ടെ. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിൽ കുറച്ചൊരു ഇന്ത്യൻ സുഹൃത്തുക്കളുണ്ട്. ഞാനിപ്പോൾ വണ്ടിയിൽ ഇറങ്ങിയപ്പോഴാണ് ഒരാളെ കണ്ടത്. അയാളെ വിളിക്കാൻ കുറച്ച് ഫ്രണ്ട്സ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവരൊന്ന് പരിചയപ്പെടാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യക്കാരെ കണ്ടു കേട്ടോ. അവരുടെ അടുത്ത് സംസാരിച്ചു. സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. കാരണം അവരുടെ അടുത്ത് ഞാൻ നമ്പർ ചോദിച്ചു. നാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്പർ കിട്ടുകൊണ്ട് ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അവരും പുതിയതാണെന്ന് പറഞ്ഞു. തരാൻ താല്പര്യം കുറവാണ്. യെസ്, നമ്മുടെ ഗ്രേ ഹൗണ്ട് ബസ്സിനോടൊപ്പം വിട പറയാണ്. താങ്ക് യു. ഗ്രേ ഹൗണ്ട് ബസ് അടിപൊളി. ഗ്രേ ഹൗണ്ടിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. സൂപ്പറാണ്. ബാക്കിയുള്ള ഡ്രൈവേഴ്സൊന്നും നമുക്ക് എന്താ പറയുക, വീഡിയോയിൽ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് ആയപ്പോഴാണ് കുറച്ച് കൂടുതൽ അതിൻ്റെ അകത്തിരുന്ന് വീഡിയോ എടുത്താൽ അത് അവർ നോട്ടീസ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ട് അവർ വന്നു. ഇവർ ഭയങ്കര പ്രൈവസിയൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ ഇവർ വണ്ടി ഓടിക്കുന്നതിനുള്ളൊരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ എടുക്കുമെന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ നമുക്ക് അങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റിക്ക് വിമുഖത കാണിച്ചിരുന്നു എല്ലാ ഡ്രൈവേഴ്സും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ അങ്ങനെയാണ് എടുത്തത്. വീഡിയോസൊക്കെ വണ്ടിയുടെ അകത്ത് വെച്ചിട്ട്. ഇവിടെ പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ ഇപ്പോഴും ആളുകളൊക്കെ രാത്രിയൊക്കെ നിൽക്കുന്നുണ്ട്. അവർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാണ് വണ്ടികൾ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. നല്ല സേഫായിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് സ്റ്റേയും കൂടി ഉള്ളതാണ്. പിന്നെ ബംഗൂർ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടൽ കാണാൻ പറ്റുന്നുണ്ട്. ഹോവാർഡ് ജോൺസൺ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ വേറെ റൂം ഏതായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂമിലേക്ക് പോവാം. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. നമുക്കിതുപോലെ വീണ്ടും നമ്മുടെ കിടിലൻ പുതിയ അഡ്വഞ്ചർ വീഡിയോയും അല്ലാത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.